നമസ്കാരം. ഇപ്പോൾ പുതിയൊരു വിശേഷമായാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറിന് ആദ്യം ഒരു അഭിനന്ദനങ്ങൾ നേരുന്നു. കാരണം ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഗണേഷ് കുമാർ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയുകയാണ്. അതായത് നമ്മുടെ കേരളത്തിൽ എമ്പാടും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ബസ് കാത്ത് നിൽക്കുന്നവർ ഇന്ന ബസ്സിനൊരു ടൈം അത് അവർക്കറിയില്ല. ഓരോരുത്തരോട് ചോദിക്കും ഇന്ന ബസ് പോയോ, അല്ലെങ്കിൽ ഇപ്പോൾ എറണാകുളം പോയോ, അല്ലെങ്കിൽ കോട്ടയം പോയോ, തൃശ്ശൂർ പോയോ, അല്ലെങ്കിൽ ട്രിവാൻഡ്രം പോയോ, നെടുമങ്ങാട് പല സ്ഥലങ്ങളിൽ ചോദിക്കും ഇന്ന ബസ് പോയോ എന്ന് ചോദിക്കും. പക്ഷേ അത് അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് കേരളത്തിൽ എല്ലാ ബസ് സ്റ്റോപ്പുകളിലും നമ്മുടെ അതിൻ്റെ ഒരു നെയിം ബോർഡ് വയ്ക്കണം. കാരണം ഇന്ന ബസ് ഇത്ര മണിക്ക് ഇത് പോവുകയാണ് എന്ന് ഒരു നെയിം ബോർഡ്. കാരണം ഏതൊക്കെ ബസ് ഇപ്പോൾ റൂട്ടിൽ ഓടുന്നുണ്ടോ അത് ആ ഒരു നെയിം ബോർഡ്. കാരണം ഇന്ന ബസ് ഇന്നിപ്പോൾ ട്രിവാൻഡ്രത്ത് പോകുന്ന ബസ് ഇത്ര മണിക്ക് ഇതുവഴി പോകും, അതായത് അതിൻ്റെ ടൈം. അപ്പോൾ അടുത്ത് കോട്ടയം പോകുന്ന ബസ് ഇപ്പോൾ കോട്ടയം പോകുന്ന ഇപ്പം ട്രിവാൻഡ്രം ഇപ്പം 8:30-9 മണിക്കൊക്കെ കോട്ടയം പോകും. അപ്പം ചിലർക്കറിയില്ല, ഓരോരുത്തർ വന്ന് അങ്ങനെ ഓടി വന്നൊക്കെ ഓരോരുത്തർ തിരക്കാറുണ്ട്. പക്ഷേ അത് എല്ലാവരോടും ചോദിക്കും, പക്ഷേ ചോദിക്കുന്ന വ്യക്തികൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ബസ് സ്റ്റോപ്പുകളിലും, അതായത് നമ്മുടെ ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ച് എല്ലാ ബസ് സ്റ്റോപ്പുകളിലും കാരണം ഈ നെയിം ബോർഡ് വെക്കണം. അതിൻ്റെ നെയിം ബോർഡ് വെച്ചാൽ എല്ലാവർക്കും വളരെയധികം ഉപകാരമായിരിക്കും. കാരണം പിറ്റേ ദിവസമേ വന്ന് നോക്കും. നാളെ നമ്മൾ ദൂര സ്ഥലങ്ങളിൽ പോകുന്നവർ നാളെ എത്ര മണിക്കാണ് ആ ബസ് വരുന്ന ഒരു സമയം അവർക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ ബസ് സ്റ്റോപ്പുകളിലും ഈ ഒരു നെയിം ബോർഡ് വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അത് കഴിഞ്ഞ് കാരണം പ്രൈവറ്റ് ബസ്സുകളിൽ ഇപ്പം നല്ല തിരക്കായിട്ട് പോകുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പകുതി വഴിയിൽ വെച്ച് ആര് കൈ കാണിച്ചാലും ബസ് അത് അവർ ഉടനെ നിർത്തി ആളെ കയറ്റിക്കൊണ്ടിരിക്കും. പക്ഷേ KSRTC ചില ഡ്രൈവർമാർ അത് വണ്ടി പകുതി വഴിയിൽ വെച്ച് കൈ കാണിച്ചാൽ പോലും അവർ വണ്ടി ചവിട്ടില്ല, അവർ നേരെ വിട്ടങ്ങ്. അപ്പം ആ ഒരു രീതി സാറ് വന്നതിന് ശേഷം കുറേയൊക്കെ മാറ്റമുണ്ട്. എന്നാലും അതൊന്നും അവരെ ശ്രദ്ധയിലൊന്നും പെടുത്തണം. കാരണം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പകുതി വഴിയിൽ ബസ് സ്റ്റോപ്പല്ല, അതിൻ്റെ ഇപ്പുറത്ത് വെച്ച് കൈ കാണിച്ചാലും ഫാമിലി ഒന്നും കൈ കാണിക്കുമ്പോഴും ഇവരെ ഡ്രൈവർ വണ്ടി നിർത്തില്ല, പിന്നെ നേരെ വണ്ടി എടുത്തുകൊണ്ട് പോകും. പിന്നെ ഇതിൽ KSRTCക്ക് വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. കാരണം ഒരു ബസ് പോയാൽ ഒരു 5 മിനിറ്റ് ആകുമ്പോൾ വേറൊരു ബസ് അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ബാക്കിൽ വേറൊരു ബസ് വരും. പക്ഷേ ഇതിലൊന്നും ആളില്ല. നമ്മളിപ്പോൾ കോവളത്തുനിന്ന് ട്രിവാൻഡ്രത്തോട്ട് പോകുമ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങോട്ട് നല്ലതായിരിക്കും. ഇപ്പം കോവളത്തുനിന്ന് ട്രിവാൻഡ്രത്തോട്ട് പോകുമ്പോൾ ഈ അടുത്തടുത്ത് ബസ്സുകൾ വരും. അതിനൊരു ടൈം കറക്റ്റ് ചെയ്യണം. ആ ടൈം കറക്റ്റ് ചെയ്യണം. കാരണം എങ്കിലേ നമ്മൾ ഇപ്പോഴേ തന്നെ സാറ് വന്നതിന് ശേഷം KSRTCക്ക് വലിയ ലാഭമാണ് ഉണ്ടായത്. ഇതുവരെ KSRTC നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ലാഭത്തിൽ ഓടെയാണ്. ഇതിനേക്കാളും ഇനി ആ ഒരു ലാഭം വരുത്തണം. അതുകൊണ്ട് അതൊരു പഞ്ച്വാലിറ്റി ടൈം ആയിരിക്കണം. എല്ലായിടത്തും നെയിം ബോർഡ് വെക്കണം. കാരണം ബസ് റൂട്ട് അറിയാൻ വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. അത് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറ് ഇതൊന്ന് ശ്രദ്ധയിൽപ്പെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.